കങ്ങോണം വലിപ്പുള്ള ആണുങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? പെണ്ണെ കിടക്കണ ഞാൻ തന്നെ വേണ്ട റേഷൻ കടി പോവാന്. ഇന്ന് എന്തെങ്കിലും തേങ്ങ കിട്ടും അതുമില്ല. തുപ്പലമ്പൊട്ടി സെലീനയ്യോ. ഹായ് പതു, ഹൗ ഡു യു ഡു? ഒന്ന് പോടി തൊളിച്ചോണ്ട് മതിയാർക്ക് മലയാളം പറയാത്ത ഇജ്ജപ്പ ഇംഗ്ലീഷ് തുപ്പണത്. ആദ്യം ഇങ്ങോട്ട് ഭൂമിക്ക് ഇറങ്ങടി. അറബി ഇംഗ്ലീഷ് സംസാരിച്ച് മലയാളമേ മറന്നു പോയി. ചെപ്പടിക്ക് ഒന്ന് തന്നാനല്ല മലയാളത്തിൽ തന്നെത്താനം അങ്ങോട്ട് പറയും. ഓളൊരു പത്രാസ്. തലയിൽ എന്താ റൈസ് ചാക്കാണോ? വണ്ടിയിൽ വെച്ചോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒല്ലടി ഇത് പുണ്ണാക്കാണ്. എന്റെ ലൊക്കട വണ്ടി കയറിച്ച് വേണ്ട എനിക്ക് പോകാന്. എന്റെ സുക്രാക്കാക്ക് BMW ഉണ്ട്. അത് പഞ്ചറായിട്ട് റേഷൻ കടിക്ക് നടന്നു പോയത്. ഓ മൈ ഗോഡ്, ഇവിടെ നിന്നാൽ കാക്കച്ചൂരും. എന്തായാലും ഞാൻ പോവുകയാണ്. നീ വരുന്നുണ്ടോ? എന്റെ അറബിക്ക് വിളിക്കാനായി. ഓളൊരു അറബിക്കല്ലേ കാരം, അൽബിയാക്കേ കാരം. വല്ലാത്ത ജാതിയൊരു പാത്ത് തന്നെയാണ് കേട്ടത്. ഏത് കോമഡി എടുത്ത് നോക്കിയാലും അവരെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും മനുഷ്യനെ ചിരിപ്പിച്ചാണ് കൊല്ലുക. ഒരു രക്ഷയില്ലാത്ത കോമഡികളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ടെൻഷനും ഉണ്ടാകുകയാണെങ്കിൽ ഇവരെ വീഡിയോ എടുത്തൊന്ന് നോക്കിയാൽ മതി. പിന്നെ നിങ്ങളെ ഒരു ടെൻഷനും ഉണ്ടാവില്ല. എല്ലാ ടെൻഷനും മാറിക്കിട്ടും. അത്രയും നല്ല കോമഡി എന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ല. നല്ല നാടൻ വർത്തമാനങ്ങളിൽ മലപ്പുറത്ത് ഉള്ള നല്ല നാടൻ സ്റ്റൈലിലുള്ള വർത്തമാനങ്ങൾ കേൾക്കണമെങ്കിൽ പാത്തുവിൻ്റെ വീഡിയോ തന്നെ കാണണം. അതൊരു ഒന്നൊന്നര വീഡിയോ ആയിരിക്കും ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും. ഇപ്പോൾ പാത്തു റേഷൻ പീടിയിൽ പോയി വന്നതാ. പാത്തുവിന് റേഷൻ പീടിയിൽ തേങ്ങ കിട്ടിയില്ല എന്നല്ല പരാതി തോന്നുന്നു. അപ്പോഴാണ് തുണക്കാരത്തി അവിടെ ഒരു അലാക്കിൻ്റെ കാറിൽ വന്നിറങ്ങുന്നത്. ഓൾക്ക് കൊടുത്ത മറുപടിയൊക്കെ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണമെന്നുള്ളതാണ് കാണേണ്ടത്. അതൊക്കെ ഒന്ന് കേട്ടോക്കോ. BMW മുതലാളിയല്ല പുറത്തുനിന്ന് പെയിന്റ് അടിച്ചത്. ഡ്രൈവിംഗ് അടിച്ചാണ്. ഞാൻ മനസ്സിലല്ല ഈ ചുറ്റട്ടത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഡ്രൈവിംഗ് അടിച്ചിക്കണേ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് മോശക്കേടേ. നിങ്ങളെ പറഞ്ഞ മനസ്സിലാക്കാൻ നേരം കൊണ്ട് ഒരു കൊരങ്ങനെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കിയായി. പെണ്ണുങ്ങൾ വണ്ടി വിട്ടെ നമ്മുടെ തറവാട്ടിൽ അങ്ങനെ പാരമ്പര്യം ചേട്ടാ. പെണ്ണുങ്ങളെ വണ്ടി വിട്ട് ക്യാമറ അടയാളാണ്. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട് റൂട്ടുമ്പോൾ കൂടെ ഇറങ്ങി പോണമാരല്ലോ ഓരോരുത്തർ തുരുമ്പിടിച്ച മനുഷ്യന്മാരുള്ളടത്തെ കാലം പാത്ത് ഡ്രൈവിംഗ് പഠിച്ചൂല. എന്റെ ഏറ്റവും ടോപ്പ് ഡ്രൈവർ ഞാനാണ്. ഞാൻ പുലിക്കുട്ടിയാണെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് ടെൻഷൻ വരികയാണെങ്കിലും ഇവരെ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. എൻ്റെ പടച്ചോനെ ചിരിച്ച് നിങ്ങളാണ് മണ്ണ് കപ്പും. അത്രയും നല്ല കോമഡിയാണ്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആവില്ല. അവരെ ഓരോരോ കോമഡികളും കണ്ടു കഴിഞ്ഞാൽ കണ്ടവർക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത്രയും നല്ല വീഡിയോ. ഞാൻ എപ്പോഴും ഇത് എടുത്ത് നോക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ അതിന് കമൻറ്റ് ഇടാറുണ്ട്. വണ്ടി അത്രയും നല്ല ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടാൻ വേണ്ടിയിട്ടാണ്. നാടൻ സ്റ്റൈലിൽ ഇങ്ങനെ അവതരിപ്പിക്കും. അതിനൊരു കഴിവ് തന്നെ വേണം. ഞങ്ങളീ ബംഗളാണ് അവര്. രണ്ടാറ്റും കൂട്ടി മുടിച്ചാലോ പെടാപാടില്ല. നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ കുറ്റം പറയാനായ ഇന്റെ ഡ്രൈവിംഗ് എന്താണ് ഞാൻ കാണിച്ചത്. ആൾക്കാർ കാണട്ടെ ഇന്റെ ഡ്രൈവിംഗ്. വല്യപ്പാക്ക് കൊടുത്ത പരിപാടിയൊക്കെ വല്യപ്പാക്ക് പിന്നെ ആര് ഡ്രൈവറായാലും വേണ്ടില്ല. ഡിസ്ക് ഇളകിപ്പോയതാണ്. ഹോസ്പിറ്റലിൽ പോയാൽ മതിയായിരുന്നു. എന്താ ചെയ്യുക? ഇങ്ങനത്തെ ഓരോ കോമഡികൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ ചിരിപ്പിച്ചാണ് കൊല്ലും. ഒരു രക്ഷയില്ല. കാണാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കുന്നു. എങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളെ എല്ലാ ടെൻഷനാണ് മാറിക്കിട്ടും. ആർക്കും ഒരു പരാതി ഇല്ലാത്ത കോമഡികളേക്കാരം. ഇന്ന് ചില കോമഡി കണ്ടാലോ അത് ചിലപ്പോൾ വല്ല അമ്മായിമ്മമാർക്കൊക്കെ ഇട്ടിട്ട് നല്ല പണിയേക്കാരം. കോമഡി കൂടി പണി കൊടുക്കണതുണ്ട്. ഭർത്താക്കന്മാർക്ക് പണി കൊടുക്കുന്നതും ഒക്കെ ഉണ്ട്. ഒക്കെ നല്ല രസത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു കഴിവ്. അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തോളുണ്ട്. പിന്നെ അവരെ വീഡിയോ പോയിട്ടൊന്ന് ലൈക്കും ഷെയറും ഒക്കെ എന്നാണ് ചെയ്ത് കൊടുത്തോളൂ. അത്രയും നല്ല വീഡിയോസുകളാണ് കേട്ടോ. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലത് തന്നെ പറയണം. അടിപൊളി.
ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. ഞാൻ ഏതായാലും ആ വീഡിയോ തന്നെ ഒന്നും കൂടി ഒന്ന് കാണട്ടെ, ചിരിച്ചു മരിക്കാനാണ്.